ഇപ്പോൾ അടുത്തായിട്ട് നമ്മൾ കേൾക്കാൻ സാധിച്ചു, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ആണെന്ന് തോന്നുന്നു, ഒരു ഖുർആനിന് ോട് യോജിച്ച അതേപോലെയുള്ള ഒരു ഖുർആൻ ഇറക്കി എന്നാണ് കേൾക്കാൻ സാധിച്ചത്. അഥവാ എന്നെ മെയിലിലൂടെ അറിഞ്ഞൊരിതാണ്. അപ്പോൾ യഥാർത്ഥ ഖുർആനും കാലിഫോർണിയ യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്ത ഖുർആനും തമ്മിൽ എങ്ങനെ നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നാണ് എൻ്റെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് പ്രസിദ്ധീകരിക്കേണ്ട കാര്യമില്ല. കുറേ കാലങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തു തന്നെ വിശുദ്ധ ഖുർആന് ബദൽ എന്ന രൂപത്തിൽ പലരും രചനകൾ നടത്തി നോക്കുകയും പരാജയപ്പെടുകയും ചെയ്തതാണ്. അതിനെ എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, എന്തെങ്കിലും ഒരു അറബി പുസ്തകം നിങ്ങൾ വിശുദ്ധ ഖുർആന് പകരമായി കൊണ്ടുവരണമെന്ന് വിശുദ്ധ ഖുർആൻ ഒരിക്കലും വെല്ലുവിളിച്ചിട്ടില്ല. ഖുർആൻ വെല്ലുവിളിച്ചത് ഖുർആനിനെ പോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരിക എന്നാണ്. ഖുർആനിനെ പോലെയുള്ള ഗ്രന്ഥം എന്ന് പറയുമ്പോൾ ഖുർആനിനെ ഇതര ഗ്രന്ഥങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്ന, അതിനെ മനുഷ്യ കഴിവുകൾക്ക് അതീതമാക്കുന്ന അമാനുഷികമായ ചില വിഷയങ്ങൾ വിശുദ്ധ ഖുർആനിൽ അടങ്ങിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ഗ്രന്ഥം കൊണ്ടുവരണമെന്നാണ് ഖുർആൻ പറയുന്നത്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ അത് സൂചിപ്പിക്കാൻ വേണ്ടി ഞാൻ വേണമെങ്കിൽ പറയാം. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവിടുത്തെ അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് ഒരിക്കൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നു. ഒരു ഉദാഹരണം, ശുദ്ധ ഖുർആനിലെ 16-ാമത്തെ അധ്യായമായ സൂറത്തുൻ നഹ്ലിലെ 68-ാമത്തെ വചനം ശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഔഹാ റബ്ബുക ഇലൻ നഹ്ലി അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത വമിനശ് ശജർ വമിമ്മാ യഅരിശൂൻ. അല്ലാഹു പറയുന്നു, തേനീച്ചക്ക് നിന്റെ നാഥൻ, നിന്റെ റബ്ബ് ബോധനം നൽകി. എന്താണ് ബോധനം നൽകിയത്? അനിത്തഖിദി മിനൽ ജിബാലി ബുയൂത, നീ പർവ്വതങ്ങളിൽ കൂടുണ്ടാക്കണം. അറബി അറിയുന്ന ആളുകൾക്കറിയാം, ഇത്തഖദ എന്ന പദം അവൻ ഒരു പുരുഷൻ ഉണ്ടാക്കി എന്നാണ് അതിന്റെ അർത്ഥം. ഇത്തഖിദി എന്നാൽ നീ ഒരു സ്ത്രീ ഉണ്ടാക്കൂ എന്നാണ് അതിന്റെ അർത്ഥം. പെൺ തേനീച്ചകളാണ് കൂടുണ്ടാക്കുന്നത് എന്ന സംഗതി 1879 സ്വാമർഡാം എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് ആദ്യമായി കണ്ടുപിടിച്ചത്. അതിനു മുമ്പ് അങ്ങനെ ഒരു വിവരം ശാസ്ത്രലോകത്തിന് അറിയുമായിരുന്നില്ല. ഇതൊരു കാര്യം മാത്രമാണ്. ശാസ്ത്രീയമായി വിശുദ്ധ ഖുർആൻ അന്നത്തെ സാഹചര്യങ്ങളിൽ നിന്ന് പറിച്ചെടുക്കപ്പെടാൻ പറ്റുന്ന കാര്യങ്ങൾ കൊണ്ടൊന്നും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഖുർആൻ മുന്നോട്ട് വെച്ച പ്രവചനങ്ങൾ വളരെ അതിശക്തമായ പ്രവചനങ്ങളായിരുന്നു ഖുർആന്റേത്. ഒന്നുപോലും തെറ്റിയിട്ടില്ല. എത്രത്തോളം ഒരു പ്രവചനമാണ്, വല്ലാഹു യഅസിമുക മിനൻ നാസ്, നബിയേ അങ്ങയെ ജനങ്ങളിൽ നിന്ന് അല്ലാഹു തആല രക്ഷിക്കുന്നതാണ്. പ്രവചനങ്ങൾ പലതും പറയാം. നാളെ ഇന്ന സ്ഥലത്ത് ഒരു ബോംബ് പൊട്ടുമെന്ന് ഒരാൾക്ക് പ്രവചിക്കാം. അത് നമുക്ക് സാധൂകരിക്കുകയും ചെയ്യാം. കാരണം ഒരു ബോംബ് അവിടെ കൊണ്ടുപോയി അത് പൊട്ടിച്ചാൽ മതി. പക്ഷേ നിങ്ങളെ, അള്ളാഹുവിന്റെ റസൂലായ നിങ്ങളെ അല്ലാഹു തആല കാക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രവചനത്തിനെതിരെ ഒരാൾക്ക് രംഗത്ത് വരാൻ പറ്റും. അങ്ങനെ കാക്കുമെങ്കിൽ നമുക്കൊന്ന് കാണണമെന്ന് പറഞ്ഞ് ആ ഒരു വ്യക്തിയെ കൊല്ലാൻ ഒരു പക്ഷേ ശ്രമിച്ചേക്കാം. എന്നാൽ അങ്ങനെ ഒരു സൗകര്യവും സാഹചര്യവും ഒക്കെ അവരുടെ മുമ്പിൽ ഉണ്ടായിട്ടും വിശുദ്ധ ഖുർആൻ അതിശക്തമായി പറഞ്ഞു. അത് പ്രതിഫലിച്ചു എന്ന് മാത്രമല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന്റെ ശേഷം പോലും അത് പുലർന്നു എന്നാണ് പിന്നീട് നമുക്ക് മനസ്സിലായത്. എന്തുകൊണ്ടാണ്? നൂറുദ്ദീൻ ഷെയ്ഖ് അറേബ്യ ഭരിക്കുന്ന കാലത്ത്, മക്ക ഭരിക്കുന്ന കാലത്ത് അവിടെ ഉണ്ടായിരുന്ന അന്നത്തെ ക്രിസ്ത്യാനികളായ ചില ആളുകൾ എന്തു ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭൗതിക ശരീരം അവിടെ നിന്ന് തട്ടിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. ആ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വപ്നത്തിലൂടെ നൂറുദ്ദീൻ ഷെയ്ഖിന് നജ്ജിനി മിൻ ഹാദൈനി റജുലൈനിൽ അഷ്കറൈൻ, ഈ തവിട്ട് നിറത്തിലുള്ള രണ്ടാളുകളിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് പറയുന്നത് മഹാനായ നൂറുദ്ദീൻ ഷെയ്ഖ് കേൾക്കുകയാണ്. പിറ്റേ ദിവസം മന്ത്രിയോട് വിഷയം പറയുകയും അവരങ്ങനെ മദീനയിലേക്ക് പോവുകയും ചെയ്തു. മദീനയിൽ നിന്ന് ആളുകളെയെല്ലാം വിളിച്ചു ചേർത്തുകൊണ്ട് അവർക്കൊക്കെ രാജാവ് സമ്മാനം തരുന്നുണ്ട്, നിങ്ങൾ വരൂ എന്ന് പറഞ്ഞ് ആളുകളെ വിളിച്ചു. അപ്പൊ ആളുകളൊക്കെ വന്നു. എന്നിട്ട് ഈ രണ്ടാളുകൾ ഇവരുടെ കൂട്ടത്തിലുണ്ടോ എന്ന് മന്ത്രി രാജാവിനോട് നോക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ ആ രണ്ടാളുകളെ മാത്രം കണ്ടില്ല. പിന്നീട് എന്ത് ചെയ്തു? അവസാനം ഇവർ വിവരമന്വേഷിച്ചു. രണ്ടാളുകൾ ഇനി ആരെങ്കിലും സമ്മാനം വാങ്ങാൻ ബാക്കിയുണ്ടോ, ഇനി ആരെങ്കിലും പാരിതോഷങ്ങൾ വാങ്ങാൻ ബാക്കിയുണ്ടോ? അപ്പൊ അവർക്ക് മനസ്സിലായി, രണ്ടാളുകളുണ്ട്, അവർ നിസ്കരിക്കും, നോമ്പ് നോൽക്കും, ആളുകളിൽ നിന്നൊന്നും പാരിതോഷികങ്ങൾ വാങ്ങാറില്ല, അങ്ങോട്ട് കൊടുക്കാറാണ് പതിവ്. അവര് ഇങ്ങനെ പാരിതോഷികങ്ങൾ വാങ്ങാൻ വരാറില്ല. അവരെവിടെയാണ് താമസിക്കുന്നത്?
താമസിക്കുന്നത് മദീനയുടെ റൗദയുടെ തൊട്ടപ്പുറത്ത് ഒരു ടെന്റിലാണ് അവർ താമസിക്കുന്നത്. രാത്രി അവര് സുബഹിക്ക് എല്ലാ ദിവസവും ജന്നത്തുൽ ബഖീ സിയാറത്ത് ചെയ്യാറുണ്ട് എന്നൊക്കെ അവരെ കുറിച്ച് പറയുകയുണ്ടായി. അപ്പോൾ അവിടേക്ക് രാജാവ് പോയി നോക്കി. അപ്പോഴതാ അവിടെ ഒരു പായ വിരിച്ചതായി അവർ കണ്ടു. ആ പായ മറിച്ചു നോക്കിയപ്പോൾ അതാ വലിയ ഒരു ഗർത്തം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൗദയിലേക്ക് നീളുന്ന ഒരു ഗർത്തം. ആ രണ്ടാളുകളെ പിടിച്ച് ചോദ്യം ചെയ്തു. അപ്പോൾ പറഞ്ഞു, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭൗതിക ശരീരം ഇവിടെ നിന്ന് തട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടി ഞങ്ങൾ മറ്റുള്ള രാഷ്ട്രങ്ങളാൽ അയക്കപ്പെട്ട ആളുകളാണ്. കാരണം ജനങ്ങളുടെ, മുസ്ലിമീങ്ങളുടെ സ്പിരിറ്റിനും അവരുടെ സ്ഥൈര്യത്തിനും കാരണമായി ഭവിച്ചിട്ടുള്ളത് അള്ളാഹുവിന്റെ റസൂലിന്റെ ജസദാണ് എന്ന് അവർക്ക് ബോധ്യമായതുകൊണ്ട് ആ ജസദ് തട്ടിക്കൊണ്ടു പോകുവാനുള്ള ശ്രമം അവർ നടത്തിയപ്പോ അല്ലാഹു തആല അത് തടഞ്ഞു. വല്ലാഹു യഅസിമുക മിനന്നാസ് എന്ന ആയത്ത് ഇപ്പോഴും എപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കും എന്നതിന്റെ ഒരു സാക്ഷ്യമായി ഞാൻ ഉദ്ധരിച്ചതാണ്. ഇങ്ങനെ പല കാര്യങ്ങളും ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ, സാഹിത്യത്തിന്റെ അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ അതിന്റെ സാഹിത്യ ഭംഗിയുടെ അടിസ്ഥാനത്തില്, ചരിത്രത്തിന്റെ അടിസ്ഥാനത്തില്, പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തില്, ഇങ്ങനെ പല കാരണം, ജീവിത പദ്ധതിയാണ് എന്ന അടിസ്ഥാനത്തില്, ഇങ്ങനെ 10ലേറെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തില് വിശുദ്ധ ഖുർആൻ അമാനുഷികമാണ് എന്ന് നമുക്ക് തെളിയിക്കാൻ സാധിക്കും. കേവലം ഒരു അറബി രചിക്കുവാൻ ആളുകൾക്ക് സാധിക്കും. അൽഹാഖുമുത് തകാസുർ എന്ന് പറയുന്നതിന് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ, അതുപോലെ തന്നെ സൂറത്തുൽ ഫീൽ തുടങ്ങിയ ആയത്തുകൾക്കൊക്കെ അന്നുകാലത്ത് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ പല എതിർ ബദലുകളായി വന്നിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കേട്ട ആളുകൾ അതേസമയം പുച്ഛിച്ചു തള്ളുകയാണ് ചെയ്തത്. എന്റെ കാലിഫോർണിയയിൽ നിന്ന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ ഗ്രന്ഥം പ്രചാരം സിദ്ധിക്കുകയും അങ്ങനെ മുസ്ലിമീങ്ങളുടെ ഒരു ഖുർആന്റെ ബദലായി രൂപപ്പെടുകയും ചെയ്യാതിരുന്നത് എന്നതിന്റെ അർത്ഥം അത് ഉണ്ടാക്കിയ ആളുകൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്. അത് കൊള്ളരുതാത്തതാണ്, സ്വീകരിക്കപ്പെടാൻ പറ്റാത്തതാണ് എന്ന്. അറിയുമോ, വിശുദ്ധ ഖുർആനില് ഉണ്ടായിരുന്ന ഒരു വിശുദ്ധ ഖുർആനെതിരെ സാധാരണയായി ഉന്നയിക്കപ്പെടാറുള്ള ഒരു ആക്ഷേപമാണ് എന്ത്, ഹാമാനെ കുറിച്ചുള്ള സംഭവം. ഞാനൊരു ഉദാഹരണം, ചരിത്രപരമായ ഒരു അമാനുഷികത പറയാൻ വേണ്ടി പറയുകയാണ്. ഹാമാനെ കുറിച്ചുള്ള സംഭവം. ഹാമാൻ എന്ന് പറയുന്ന ഒരാൾ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല എന്നും, മൂസാ നബിയുടെ കാലത്ത് അങ്ങനെ ഒരാൾ ചരിത്രത്തിൽ ജീവിച്ചിട്ടില്ല എന്നും, അത് മുഹമ്മദിന്റെ കള്ളക്കഥയാണ് എന്നും ക്രിസ്ത്യാനികൾ പ്രചരിപ്പിക്കാറുണ്ടായിരുന്നു. കാരണം എന്താ, ചരിത്രത്തിൽ അതിന് തെളിവില്ല എന്നാണ് അവർ പറയുന്നത്. വിശുദ്ധ ഖുർആൻ വെല്ലുവിളിച്ചു. വിശുദ്ധ ഖുർആന്റെ വചനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്, പക്ഷേ ചരിത്രത്തിൽ നിന്ന് തെളിവ് കൊടുക്കാൻ സാധിക്കുന്നില്ല. കാരണം ബൈബിളാണ് ഏറ്റവും പുരാതനമായ ചരിത്ര ഗ്രന്ഥം, അതിൽ ആ സംഭവം പറയുന്നില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പിന്നീട് ഈജിപ്റ്റോളജിയെ കുറിച്ചുള്ള പഠനങ്ങൾ വികസിക്കുകയും ഈജിപ്തിനെ മിഡീവൽ ഈജിപ്ത്, അതുപോലെ തന്നെ ഏൻഷ്യന്റ് ഈജിപ്ത് എന്നിങ്ങനെ ഈജിപ്തിനെ പലതുമായി തിരിച്ചുകൊണ്ട്, മോഡേൺ ഈജിപ്ത് എന്നിങ്ങനെ 3ആയി തിരിച്ചുകൊണ്ട് പഠനങ്ങൾ നടക്കുകയും ഈജിപ്തിലെ പഴയ ലിപികളെ കുറിച്ചുള്ള, ഹീറോഗ്ലിതുകൾ എന്ന് പറയുന്ന ലിപികളെ കുറിച്ചുള്ള പഠനം നടക്കുകയും ചെയ്തതിനു ശേഷം മോറിസ് ബുക്കായി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഹാമാൻ എന്ന് പറയുന്ന ഒരാള് ആ കാലത്ത് ജീവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഒരു പഠനം നടത്തുകയുണ്ടായി. എന്നിട്ട് ഹീറോഗ്ലിത് ലിപിയെ കുറിച്ച് വളരെ പഠനം നടത്തിയ ഒരാളോട് ചെന്നിട്ട് ഹാമാൻ എന്നത് അറബിയിൽ എഴുതിയിട്ട് ഇത് ഈ ഭാഷയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്തിനാണത്, അതായത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്ന് 6-ാം നൂറ്റാണ്ടിലുള്ള ഒരു ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഏത് ഫിറൗന്റെ കാലത്ത് അല്ലെങ്കിൽ മൂസാ നബിയുടെ കാലത്ത് ഇങ്ങനെ ഒരാൾ ജീവിച്ചിട്ടുണ്ട് എന്ന് ഖുർആനിൽ 6-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ട ഒരു ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്, ഉള്ള ഒരു ഗ്രന്ഥത്തിൽ കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്ന് വസ്തുതാപരമായി പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി, എന്നാൽ 6-ാം നൂറ്റാണ്ടിലെ ഒരു ഗ്രന്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു സംഗതി കാണാൻ സാധിക്കുകയില്ല. കാരണം എന്താ, അതിന്റെ എത്രയോ കാലങ്ങൾക്ക് ശേഷമാണ് ഹീറോഗ്ലിതുകളെ കുറിച്ചുള്ള പഠനം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് പിന്നീട് കണ്ടെടുത്ത ഒരു ശാസ്ത്രം അന്നത്തെ ഒരു ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. എന്നാൽ നിങ്ങൾക്കറിയുമോ, പിന്നീട് ഇദ്ദേഹം പഠനം പുരോഗമിച്ചു. ഹാമാൻ എന്ന് ആ ഭാഷയിൽ എങ്ങനെയാണ് എഴുതുക എന്ന് അദ്ദേഹം പഠിച്ചിട്ട് ഈ ലിപികളെ കുറിച്ച് പഠനം നടത്തിയപ്പോൾ രാങ്കെ എന്ന് പറയുന്നയാൾ എഴുതിയ ഒരു ഡിക്ഷണറി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അതിന്റെ പേര്? ഡിക്ഷണറി ഓഫ് പേഴ്സണൽ നെയിംസ്. പേഴ്സണൽ നെയിംസിനെ കുറിച്ച് മാത്രം പറയുന്ന രാങ്കയുടെ ഡിക്ഷണറിയിൽ ഈ പദം അദ്ദേഹം കണ്ടെത്തി, ഹാമാൻ എന്ന പദം. എന്നിട്ട് ഹാമാന്റെ ജോലി കൊടുത്തിട്ടുള്ളത് എന്താ അറിയോ, കല്ലുവെട്ട് തൊഴിലാളികളുടെ നേതാവ് എന്നാണ്. കല്ലുവെട്ട് തൊഴിലാളികളുടെ നേതാവ് എന്ന്, യാ ഹാമാൻ ഇബ്നി ലീ സുർഹ, എനിക്ക് നീ ഇഷ്ടിക ചുട്ടെടുത്തുകൊണ്ട് നീ വലിയ
വലിയ ഗോപുരം ഉണ്ടാക്കി തരണമെന്ന് പറഞ്ഞില്ലേ? നോക്കൂ നിങ്ങൾ, അത് എത്രത്തോളം സമീകരിക്കുന്നു. പിന്നീട് അതുപ്രകാരം തന്നെ ഈ സംഭവം ഉന്നയിച്ചുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ ആരോപിക്കാറുള്ള മറ്റാരോപണമുണ്ട്. അതെന്താ, അന്ന് ഇഷ്ടിക വിദ്യ അത്രയൊന്നും ജനകീയമായിരുന്നില്ല, തീരെ ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുക എന്നാണ് അവർ ചോദിച്ചത്. അതിനും നമുക്ക് മറുപടി പറയാൻ കഴിഞ്ഞു. കാരണം എന്താ, ദ ബ്രിക്ക് ആർക്കിടെക്ചർ എന്നതിനെ കുറിച്ച് ഏൻഷ്യന്റ് ഈജിപ്ത് എന്ന പറയുന്ന ഒരു ഗ്രന്ഥത്തില് ഇതിനെക്കുറിച്ച് വിശദമായ പഠനങ്ങളുണ്ട്. എന്ന് പറഞ്ഞാൽ ഏൻഷ്യന്റ് ഈജിപ്തിൽ ബ്രിക്ക് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്ന ഗ്രന്ഥങ്ങൾ പിൽക്കാലത്ത് രചിക്കപ്പെട്ടു. കാലങ്ങളേറെ ചൊല്ലും തോറും വിശുദ്ധ ഖുർആനിന്റെ ശക്തിയും പ്രഭയും അത് ഉഷാറായിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇത് തെളിയിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തില്, സാഹിത്യത്തിന്റെ അടിസ്ഥാനത്തില്, പ്രവചനങ്ങളുടെ അടിസ്ഥാനത്തില്, ജീവിത പദ്ധതി എന്ന അടിസ്ഥാനത്തില് ഇങ്ങനെ പല കാരണങ്ങളാലും വിശുദ്ധ ഖുർആൻ അമാനുഷികമാണെന്ന് തെളിയിക്കാൻ സാധിക്കും. ഇവർ കൊണ്ടുവന്ന വചനങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങനെ ഏതെങ്കിലും ഒരു നിലക്ക് അമാനുഷികത തെളിയിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നിലക്ക് അത് വേറിട്ട് നിൽക്കുന്നു, ഖുർആനോട് സമീകരിക്കുന്നു എന്ന് തെളിയിക്കാൻ സാധിക്കുമോ?